ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ മഴയെ ആസ്വദിച്ചിരിക്കുക കേട്ടോ. രാവിലെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ടുണ്ട്. ഇനി പെരുമഴയൊന്നുമില്ല, എന്നാലും ഭൂമിയൊക്കെ നനയാൻ കണ്ടിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട്. ഈ വേനൽക്കാലത്ത് മഴ പെയ്യുമ്പം മണ്ണിങ്ങനെ മണക്കൂലേ, എനിക്കിഷ്ടമാട്ടോ ആ മണം. അപ്പോൾ ഞാൻ ആ മണമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ സിറ്റ് ഔട്ടിൽ. പിന്നെ എന്നാന്ന് വലിയ തിരക്കൊന്നുമില്ല. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചിന്ന് വീഡിയോ എടുക്കണില്ല, അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കല്ലേ, അപ്പം മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റെപ്പുമൊക്കെ ഏതായാലും വെള്ളം വരില്ല. നമ്മൾ അവിടെ ഷീറ്റ് ഇട്ടതുകൊണ്ടേ, മേലെ ഷീറ്റ് ഇട്ടില്ല, അതുകൊണ്ട് സ്റ്റെപ്പുമൊക്കെ വെള്ളം വരില്ല. മറ്റേത് ആ സ്റ്റെപ്പ് കാണാൻ വയ്ക്കൂല മഴ പെയ്താൽ, ആകെ വെള്ളയിക്കാരം. അങ്ങനെ പിന്നെ പോയി ചായയൊക്കെ ഉണ്ടാക്കി. ഐഫക്കുട്ടിക്ക് ചായയും പഴമൊക്കെ കൊടുത്തു. ഓള് മദ്രസ് പോവാട്ടോ. റിച്ചുമോൻക്ക് 6 മണിക്കാണ് മദ്രസവും, പിന്നെ നേരത്തെ പോവും. ഇപ്പോൾ ഏതായാലും സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കാൻ പോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുട്ടികൾ മദ്രസ്ക്ക് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായയും പഴമോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കും. അങ്ങനെ ബാബു ഐഫക്കുട്ടിനെയും കൊണ്ടുപോയി. അപ്പോഴത്തേന് പിന്നെ മഴയൊക്കെ ചോർന്നിക്കണം കേട്ടോ. ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വാരണം. അപ്പം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് വേഗം അടിച്ചു വാരിയിട്ടിട്ട് പിന്നെ ഞാൻ കിച്ചണിക്ക് വന്നു. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളെ ചീയപ്പുണ്ടല്ലോ, അതാട്ടോ. അപ്പം മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ രാവിലെ കറണ്ട്, മഴ പെയ്താലും അടുപ്പ് നനയില്ല, അവിടെ ഓടിട്ടതുകൊണ്ട്. മറ്റേത് നമ്മൾ ഷീറ്റ് വലിച്ച് കെട്ടിയേക്കല്ലേനോ, എന്നാലും ആ ഷീറ്റിൻ്റെ അടിയിൽ കൂടെ ഒക്കെ വെള്ളം ഉറ്റു കേട്ടോ. അപ്പം ഇപ്പോൾ ഒരു സമാധാനമാണ്, മഴ പെയ്താലും കുഴപ്പമില്ല, അടുപ്പ് നനയില്ല. പിന്നെ ഇവിടെ ഇത് പിന്നെ കുറച്ചധികം ഉയർത്തിയിട്ടതുകൊണ്ടേ ചീറ്റൽ വരുമെന്നൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാർ ചോദിക്കലുണ്ട്. അങ്ങനെ വല്ലാതെ വരുന്നില്ല കേട്ടോ. നല്ല പെരും മഴ പെയ്യുമ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ ഉണ്ടാകുമ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ ചീറ്റൽ വരും. അത് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അടുപ്പൊക്കെ കത്തിച്ച് നമ്മൾ അപ്പച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചാണ്. അപ്പോൾ ഈ അപ്പം ചൂടണമെങ്കിൽ ചട്ടി നല്ലോണം ചൂടാവണം. ഈ അപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇത് എന്നും ഈ അപ്പം ആണെങ്കിലും ആർക്കും പരാതിയും പരിഭവമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാനാണെങ്കിൽ തലേദിവസം ഒന്നും റെഡിയാക്കിയിട്ടില്ല, ഇനിയും അരി വെള്ളത്തിലിട്ടുണ്ടേനും. അപ്പം എന്നാൽ അതുകൊണ്ട് അപ്പം ചൂടാന്ന് വിചാരിച്ചു. അരിപ്പൊടി കലക്കിയിട്ടും അപ്പം ചൂടുട്ടോ. അതേപോലെ അരിപ്പൊടി കലക്കിയിട്ട് ചുടുന്ന കാട്ടിലും ടേസ്റ്റ് ഉള്ളത് ഇതേപോലെ പച്ചരി അരച്ചാണ്ട് അങ്ങനെ ചുടുന്ന അപ്പമാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ മാങ്ങഞ്ചി വെച്ചിട്ട് ഒരു അച്ചാർ ഇടുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവെക്കുക. പിന്നെ മാങ്ങഞ്ചി നമ്മൾ തൊടി കൂടെയൊക്കെ അങ്ങനെ കിടക്കണതാണ്, വെറുതെ കടന്നു. ചിലവർ അങ്ങനെ കളക്കൊന്നുമില്ല, ചില ആൾക്കാർ കളിച്ച് അച്ചാറൊക്കെ ഇടും. അപ്പോൾ വെറുതെ കളയൊന്നും വേണ്ട, അച്ചാർ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ. നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ ഇട്ട കാറ്ററിംഗ് വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഒരുപാട് കൂട്ടുകാർക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടേനും. പിന്നെ ഞാൻ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിനും, ആ ഷോർട്സ് വീഡിയോക്ക് അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട്. ലോങ് വീഡിയോക്കും കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ അത്യാവശ്യം റീച്ചൊക്കെ. അതേപോലെ ഷോർട്സ് വീഡിയോക്കും നല്ലോണം റീച്ച് കിട്ടീന് കേട്ടോ. അപ്പോൾ അതിൽ നല്ല നല്ല കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കമൻറ്റൊക്കെ വായിക്കലുണ്ട്, റിപ്ലൈ തരാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ഒഴിപോലെ റിപ്ലൈ കാര്യങ്ങളൊക്കെ തരണ്ട് കേട്ടോ. ഇനിയിപ്പം നാളെ ഞായറാഴ്ച അല്ലേ, നാളെ ഫ്രീ ആണെന്ന് വിചാരിച്ചിനി. അപ്പോൾ നാളെ ഒരു കാറ്ററിംഗ് ഉണ്ട്. അപ്പോൾ ഓർഡറൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടലുണ്ട് കേട്ടോ. ഇന്നും അതേപോലെ ഓർഡർ ഉണ്ടായിനും. അപ്പോൾ അതും അതേപോലെ 5 മണിയൊക്കെ ആകുമ്പോൾ ഫുഡ് കൊടുക്കണം. 3 കിലോ ബിരിയാണി. അപ്പോൾ പെട്ടെന്ന് വിളിച്ചറിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പെട്ടെന്നായിട്ട് ആക്കി കൊടുക്കാൻ ഗതികേടാണ്, ഈ രാവിലെയൊക്കെ കൊടുക്കേണ്ടതാകുമ്പോൾ. ഒരു 2 ദിവസം മുന്നേ പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഒന്നിങ്ങോട്ട് തയ്യാറാവാമല്ലോ. അപ്പോൾ ഞാൻ അപ്പം ചുടുന്നതിൻ്റെ ഇടയിലേ മുറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ച്. ഈ താഴെയുള്ള മുറ്റം ഇപ്പോൾ അടിച്ചു വരുന്നുള്ളൂ കേട്ടോ. മറ്റേത് ഞാൻ അടിച്ചു വരിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയത്. പിന്നെ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താ അറിയോ, നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മൾ ഹസ്ബൻഡുമാരോട് ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. ഞാനിപ്പോൾ എൻ്റെ ചിഞ്ചുമോൾക്ക് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് വേണമെന്ന് കുറേ ആയിക്കൊണ്ട് പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ കിട്ടുമ്പോഴേ ഞാൻ എന്താ കാട്ടാം, അങ്ങനെ പൈസ മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ പൈസക്ക് ഇങ്ങനെ ഉരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് നോക്കണം എത്ര ഉണ്ട് എന്നുള്ളത് നോക്കണം. എന്നിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കണം. എനിക്ക് ബാക്കി തികയാത്ത പൈസ പിന്നെ ബാബുവിനോടും ചോദിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടാകുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതേപോലെ എൻ്റെ ചിഞ്ചുവിന് അത്യാവശ്യമാണ് ഒരു ലാപ്ടോപ്പ്. അപ്പം ഓൾക്കത് വാങ്ങിക്കൊടുക്കണം എന്ന് കുറേ ആയിക്കണം ഞാൻ വിചാരിക്കലും തുടങ്ങിയിട്ട് കേട്ടോ. പിന്നെ പൈസ കിട്ടിയാൽ അങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കണം സ്വഭാവമൊന്നും എനിക്കില്ല കേട്ടോ. അത്യാവശ്യത്തിന് തന്നെ ചിലവാക്കുള്ളൂ.
അതുപോലെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ലോൺ അടക്കാനൊക്കെ ചില മാസമൊക്കെ ലോൺ അടക്കാൻ ഇനിയിപ്പോൾ ബാബുവിനോട് ഞാൻ പറയും ഇതാ അത്ര പൈസ ഉണ്ട് ഇതും കൂട്ടിയാണ്ട് അടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. അങ്ങനെയൊക്കെ നമുക്ക് ഓരോക്കെ ഹെൽപ്പ് ചെയ്യാനും പറ്റും. അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റുമല്ലോ. പിന്നെ നമുക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ ഓരോട് ചോദിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലതാണ് അങ്ങനെ ചെയ്യണത്. പിന്നെ ചില ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഞാനതൊന്നും മൈൻഡ് ചെയ്യില്ല. കളിയാക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ അതിനൊക്കെ ഇപ്പോൾ എത്ര കിട്ടാന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടൊക്കെ വെറുതെ ഒരു പാത്തുന്നൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാനതൊന്നും പിന്നെ മൈൻഡ് ചെയ്യലില്ല കേട്ടോ. നമുക്ക് നമ്മളതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മൾ വേറെ ആരും പറയണത് കേൾക്കൊന്നും വേണ്ട. നല്ലതാണെങ്കിൽ നമ്മളത് ഉൾക്കൊള്ളണം. അല്ലാതെ ഇങ്ങനെ ചിലർക്ക് കണ്ണുകടി ഉണ്ടായിട്ടേക്കാരം അങ്ങനെ പറയണതേ അല്ലേ. ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ. പിന്നെ നമ്മളാരും പിടിച്ച് പറിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക മോഷ്ടിക്കാനോ ഒന്നും അല്ലല്ലോ പോകണം. നമ്മൾ അധ്വാനിച്ച് നമ്മളെ വീട്ടിലിരുന്ന് അധ്വാനിച്ച് ഉണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ പിന്നെ എന്തിനാ വേറെ പോലെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതും ചോദിക്കലുണ്ട് കേട്ടോ. എത്ര കിട്ടിയാലും നിങ്ങൾക്ക് തികയൂല, അതൊക്കെ എന്താ നിങ്ങൾ കാട്ടലെന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ചിലർ നമ്മൾ നേരിട്ട് കാണുമ്പോൾ തന്നെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഞാൻ തെങ്ങുകുഴിയിൽ കൊണ്ടുപോയിടലാണ് പറയും. ഒരു തമാശയിലാണ് ചോദിക്കുക. അപ്പോൾ തമാശയിൽ ഞാനും അങ്ങോട്ട് ഉത്തരം പറയും. അങ്ങനെ കേട്ടോ. അപ്പം ഞാൻ ഓരോന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. അപ്പോൾ നമുക്കേ മാങ്ങഞ്ചി അച്ചാർ ഇടാം. മാങ്ങച്ചാർ നമ്മളിതിൻ്റെ മുന്നിട്ടില്ലേ കുറച്ച് ദിവസം മുന്നിട്ടില്ലേ. അപ്പോൾ ഇന്ന് മാങ്ങഞ്ചി വെച്ചിട്ട് അച്ചാറിടാം കേട്ടോ. അപ്പോൾ മാങ്ങഞ്ചിയൊക്കെ ഞാനൊന്ന് കഴുകിയിട്ടുണ്ട്. നല്ലോണം മണ്ണുണ്ട് അതിൻ്റെ ടൈമിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ ചോറിന് വെള്ളം വെച്ചിനി. അപ്പോൾ തിളച്ചപ്പോൾ കരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് പോകുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാമല്ലോ. ഇതിൻ്റെ തോല് കളയാനാണ് മടി. ഇങ്ങനെ മാങ്ങയൊക്കെ അച്ചാറിടാനൊക്കെ നുറുക്കുമ്പോഴേ ഉമ്മാനുണ്ട് ഓർമ്മ വരും കേട്ടോ. ഇങ്ങനത്തെ പണിയൊക്കെ ഉമ്മ ചെയ്തു തരും. ഈ മാങ്ങഞ്ചി അച്ചാറിടണമെന്ന് പറഞ്ഞാണ്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് 2-3-4 ദിവസം ഇത് നുറുക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ. ഇതിൻ്റെ തോല് കളയണം, പിന്നെ അരിഞ്ഞെടുക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് മടിച്ചിട്ട് അങ്ങനെ നിന്നതേന്. ഒന്നാമത് ടൈമില്ലായിട്ടേന്. അപ്പോൾ ഇന്ന് പിന്നെ വലിയ പണിയൊന്നുമില്ല. ഇന്ന് ചോറിന് കൂട്ടാനും ഉണ്ട്. ഇന്നലെ വെച്ച ബീഫ് വരട്ടിയതുണ്ട്. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും മക്കളും തന്നെ ഉള്ളൂ ഉച്ചക്ക്. ഇന്നിപ്പോൾ ഉച്ചക്ക് ബാബു ഫുഡ് കഴിച്ചാൽ വരില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ബീഫ് ഉണ്ടാകുമ്പോൾ പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും താളിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒരു ചോറ് കഴിക്കൂട്ടോ. പിന്നെ അച്ചാറുകളുണ്ടല്ലോ. മാങ്ങഞ്ചി ഇപ്പം ഞാൻ അച്ചാറിടുന്നുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, ഈത്തപ്പഴ അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ ചോറിന് അരിയിട്ട് കൊടുത്തിട്ട് മാങ്ങഞ്ചി തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നിന്ന് മാങ്ങഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വന്നപ്പോഴത്തേന് ചോറ് വെന്ത് ചോറ് ഊറ്റി വെച്ച് പിന്നെ ബീഫ് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നല്ല കനലാട്ടോ അടുപ്പിൽ. നല്ല വിറകായതുകൊണ്ട് നല്ല കനലും ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കും ചെയ്യുന്നത്. പിന്നെ ഈ മാങ്ങഞ്ചിക്ക് ചെറിയൊരു കറ ഉണ്ടാവും തോന്നുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇത് അച്ചാറിടുമ്പോൾ ചൂടുള്ള വെള്ളത്തിക്കാണ് കേട്ടോ ഇത് അരിഞ്ഞിട്ട് കൊടുക്കൽ. ഇല്ലെങ്കിൽ കളറ് മാറുമെന്ന് പറയണേക്ക അമ്മ. അപ്പോൾ ഞാൻ ഉമ്മ ചെയ്യണത് കണ്ടാണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനും അച്ചാറിടുന്നത്. ഇവിടെ ചൂടുവെള്ളം ആ ബൗളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അരിഞ്ഞാണ്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറേക്കാരം കേട്ടോ ഈ മാങ്ങഞ്ചി അച്ചാറിന്. നേരെ മറിച്ച് നമ്മൾ വെള്ളത്തിക്കല്ലാതെ അരിഞ്ഞാണ്ട് വേറെ പാത്രത്തിൽ ഇട്ട് നമ്മളിതൊക്കെ അരിഞ്ഞ് വരുമ്പോഴത്തേന് അതിൻ്റെ കളർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയൊരു കറ ഉണ്ടാവും ഇതിന് ഉമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഒട്ടിപ്പ് പോലെ തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളത്തിലിട്ട് പിന്നെ കഴുകി ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ട്. ഓട്ടുള്ള പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഇതായി വരട്ടെ കേട്ടോ. വെള്ളമൊക്കെ വറ്റി വരട്ടെ. പിന്നെ അപ്പോഴത്തേന് ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നു. ചട്ടിക്ക് ഞാൻ നല്ലെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തത്. അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണയിൽ അച്ചാറിടുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ വറ്റൽമുളക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അതും ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചേർക്കണില്ല കേട്ടോ. മാങ്ങഞ്ചി തന്നെ ഒരു ഇഞ്ചിയല്ലേ. അപ്പോൾ പിന്നെ ഇഞ്ചി ഞാൻ ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലോണം മൂത്തൊന്നിങ്ങനെ മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലൊക്കെ അച്ചാർ ഇടുക. പക്ഷേ വെളിച്ചെണ്ണയിലൊക്കെ അച്ചാർ ഇടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് നല്ലെണ്ണയിൽ ഇടുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ? വെളിച്ചെണ്ണയിൽ അച്ചാറിട്ടാൽ കുറേ ദിവസം അങ്ങനെ പാത്തക്കാനൊന്നും പറ്റില്ല. ചെറിയൊരു കാറലൊക്കെ വരൂലേ. നല്ലെണ്ണയിലാവുമ്പോൾ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. കേടാവാതെ നിൽക്കുകയും ചെയ്യും. നല്ലൊരു ഫ്ലേവറുമാണ് അച്ചാറിന്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് വന്നീനി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയും കുറച്ച് എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ടോ. കളർ ഇട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കണം. പിന്നെ അതേപോലെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പൊടികൾ ചേർക്കുമ്പോഴേ അടുപ്പിൽ തീ നോക്കണം കേട്ടോ. തീ നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ വിറക് അടുപ്പത്തു നിന്ന് മാറ്റണം. വിറകടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസുമ്മലാണെങ്കിൽ സിമ്മിലിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിയും.
അങ്ങനെ ദാ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് വേഗം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുപ്പിൽ കനലുള്ളൂ, അങ്ങനെ കത്തണമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാ മൂത്ത് വന്നിക്കണ്. ഇനി നമുക്ക് മാങ്ങഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മാങ്ങഞ്ചിത്തെ വെള്ളമൊക്കെ വാർന്ന് നല്ല ഉലർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വെള്ളമില്ലാതെ വേണം ഇട്ട് കൊടുക്കാനില്ലെങ്കിൽ പിന്നെ അച്ചാർ കേടാവും, വെള്ളത്തിൻ്റെ നനവൊക്കെ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ മാങ്ങഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കൂടുതൽ വേവിച്ചെടുക്കണില്ല കേട്ടോ. കുറച്ച് നേരം ഇതുപോലെ ഇങ്ങനെ അടുപ്പത്ത് വെക്കുന്നുണ്ട്, ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഉപ്പൊന്ന് തിരുമ്മി വെച്ചൊക്കെയാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ പിടിച്ചിന്. ഞാൻ പിന്നെ ഇതിപ്പോൾ തന്നെ അച്ചാർ ഇടല്ലേ, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് തിരുമ്മി വെക്കാനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തായാലും ഉപ്പ് വേറെയും കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അച്ചാർക്ക് ഉപ്പ് അത്യാവശ്യം വേണമല്ലോ. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നല്ലോണം ഇളക്കി കൊടുത്തിട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉലുവയും കടുകും വറുത്ത് പൊടിച്ചിട്ടുണ്ടേന്, അതും കൂടെ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ ചോദിക്കുകയെ നിങ്ങളെന്താ അച്ചാറും പൊടി ഇടാത്തത് അച്ചാർ ഇടുമ്പം. അച്ചാറും പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉലുവയും കടുകും അതേപോലെ തന്നെ കായം ഒക്കെ വറുത്ത് പൊടിച്ചാണ്ട് തന്നെയാണ് അച്ചാറും പൊടിയായി വരുന്നത്. കുറച്ച് നല്ല ജീരകവും അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് അച്ചാർ പൊടിയായി വരുന്നത്. അപ്പോൾ നമ്മൾ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കണില്ലേ, അപ്പോൾ പിന്നെ നമ്മൾ അച്ചാറും പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എരിവിന് മുളക് പൊടിയും ചേർക്കുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് അച്ചാറും പൊടിയിലും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഞാൻ ചേർക്കാത്തത്. പിന്നെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ സുർക്ക ഇതിൻ്റെ മുന്നേ കുറച്ചും കൂടെ ചേർത്തിന് കേട്ടോ, വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ ലാസ്റ്റ് ഞാനൊന്ന് പുളി നോക്കിയപ്പോൾ പുളി കുറവാണ്, അപ്പോൾ കുറച്ചും കൂടെ ചേർത്തതാട്ടോ. മാങ്ങച്ചാർ നാരങ്ങച്ചാറൊക്കെ ആകുമ്പോൾ കുറച്ച് സുർക്ക മതി. അതിൽ പിന്നെ അങ്ങനെ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ പുളിയൊക്കെ. പിന്നെ കേടാവാതൊക്കെ നമ്മൾ കുറച്ച് സുർക്ക ചേർക്കാന്നുള്ളൂ. ഇതിക്ക് അതിലേറെ കുറച്ചും കൂടിയൊക്കെ ചേർക്കണം കേട്ടോ. ഞാനൊരു 5-6 സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ടാവും. 2 പ്രാവശ്യമാക്കിയിട്ട് ഇട്ടിട്ട് ചേർത്തണം കേട്ടോ. അപ്പോൾ നമ്മളെ ഇതാ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ചാർ. പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് ഇത്ര കളറ്, ഇങ്ങനെ കളറ് വേണമല്ലേ അച്ചാർ കാണുമ്പോൾ. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിന് കേട്ടോ, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ലാസ്റ്റ് കുറച്ച് 1 സ്പൂൺ പഞ്ചസാര ഇട്ടാണ്ട് മിക്സ് ചെയ്തെടുത്ത് അങ്ങനെ അച്ചാർ റെഡിയായി. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നല്ലോണം ചൂടാറിയിട്ട് നല്ല തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ഇന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിത് എടുക്കും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം തന്നെ യൂസ് ചെയ്യാം. ഒരു 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ മസാലയൊക്കെ നല്ലോണം പിടിച്ചോളും. ഉപ്പും മുളകൊക്കെ പുളിയൊക്കെ നല്ലോണം പിടിച്ച് ഒന്നുകൂടെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പിക്കുന്ന ഒരു പാത്രത്തേക്ക്. എന്നിട്ട് ഇതാ 2 സ്പൂണ് മാങ്ങഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിഷ്ടം കേട്ടോ മാങ്ങഞ്ചി അച്ചാർ. പിന്നെ 2 കഷ്ണം ബീഫ് വരട്ടിയതും. ഇതാണ് കേട്ടോ ഇന്നത്തെ ചോറിനുള്ള കൂട്ടാൻ. അപ്പം ഇതൊക്കെ കൂട്ടിക്കുഴച്ച് കഴിച്ചപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മാങ്ങഞ്ചി അച്ചാർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. തൊടിയിൽ വെറുതെ കടക്കേക്കാരം, അപ്പോൾ ഒന്ന് കളിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കോണ്ടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.